വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അഫാന്റെ അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും സി അനൂപ് പറഞ്ഞു. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, എന്തൊക്കെ പുതിയ നടപടികളാണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് കൊലപാതകം നടന്നത്. പ്രതി അഫാന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഫാന്റെ അനിയനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ഇപ്പോൾ ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. പിതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയതാണ് കേസ്. എന്നാൽ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുജനെയും അതുപോലെ തന്നെ ഫർസാനെയും കൊലപ്പെടുത്തി എന്നുള്ള കുറ്റത്തിലാണ്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രേഖപ്പെടുത്തുമെന്ന് വെഞ്ഞാറമൂട് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ബാക്കി പിതാവിനെയും സഹോദരനെയും ഭാര്യയും എന്നും കൊന്ന കേസിലുള്ള അറസ്റ്റ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ രേഖപ്പെടുത്തൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വേറെ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കൂടി പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. എന്താണ് കാര്യങ്ങളെന്ന് വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും രണ്ടുപേരെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ കൊലപ്പെടുത്താനുള്ള നീക്കം കൂടി അഫാൻ ഇതിനിടയ്ക്ക് വെച്ച് നടത്തിയതായി കൂടി പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ഇയാൾ കുറ്റം സമ്മതിച്ച് പോലീസിന് മുന്നിൽ പിടിയിലായിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവും മാതാവും ഇതിന് ഈ ഒരു കൊലപാതകം, ഈ ഒരു മരണത്തിന്റെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മൂന്നുപേരുടെയും മൊഴി തികച്ചും വ്യത്യസ്തമാണ്. മൊഴികൾ തമ്മിൽ ഒട്ടും തന്നെ ചേരുന്നില്ല എന്നാണ് പോലീസ് ഇവിടെ വ്യക്തമാക്കുന്നത്. അഫാനെയും സുഹൃത്തായ ഫർസാനെയും എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടി, ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ നമ്മോട് പോലീസ് അധികൃതർ പറയുന്ന വിവരം. വീണ. ഓക്കെ, ശരി.